So hey guys, welcome back to the podcast. Welcome to the podcast. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. സോ മൈ ചേട്ടൻ ഹായ്. സോ ഫസ്റ്റ് ടോപ്പിക് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഞാൻ കാനഡയിൽ പോയി തിരിച്ചു വന്നു. അത് തന്നെ വിചാരിക്കാന്ന് ഞാൻ വിചാരിച്ചു. സോ ആരാന്ന് പറഞ്ഞോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്രോ. ഓക്കെ, എൻ്റെ പേര് പത്മനാഭൻ. ഐ എം ഗെറ്റിംഗ് ടു 27. 3 വർഷം കാനഡയിലായിരുന്നു. പഠിക്കാൻ പോയതാ. എൻജിനീയറിങ് കഴിഞ്ഞ് ഇവിടെ ട്രിവാൻഡ്രത്ത് എൻജിനീയറിങ് കഴിഞ്ഞു. മെക്കാനിക്കൽ എൻജിനീയറിങ് പാസ്സായിട്ട് PG പഠിക്കാൻ പോയതാ. പഠിക്കാൻ നമ്മളെല്ലാവരും പോകുന്ന പോലെ പോഡ്കാസ്റ്റുകളും ട്രാവൽ വ്ലോഗുകൾ, മല്ലു ബോയ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പൊളപ്പുകളൊക്കെ കണ്ട് പോയതാണ്. പോയി മൂഞ്ചി എന്നൊക്കെ പറയാമല്ലോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ പച്ചയ്ക്ക് പറയാണെങ്കിൽ പോയി മൂഞ്ചി. ഐ മീൻ, നമ്മൾ ഇവിടുന്ന് കാണുന്ന കാനഡയെ അല്ലായിരുന്നു അവിടെ ചെല്ലുമ്പോൾ. അവിടെ ചെന്ന് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ആസ് എ ടൂറിസ്റ്റ് ചെന്നിറങ്ങിയ ഒരു 5-6 ദിവസം, ഹൗ വാസ് കാനഡ? ഓക്കെ, നേച്ചറും ബ്യൂട്ടി ഒക്കെ. ഓക്കെ, നേച്ചറും ബ്യൂട്ടിയും പറയുന്നതിന് മുന്നേ ഞാൻ ചെന്നിറങ്ങിയ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഐ ലൈക്ക് ടു ഷെയർ ദാറ്റ്. സോ പോകുന്നതും കാര്യങ്ങളും എല്ലാം ചെയ്തത് ഇവിടെ വലിയൊരു നമ്മുടെ ഇമിഗ്രേഷൻ കമ്പനിയായ സാന്താമോണിക്ക എന്ന് പറയുന്ന കമ്പനിയാണ്. അവരെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, കാരണം പച്ചയായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ എപ്പിസോഡ് 2 ചിലപ്പോൾ ഈ വീഡിയോ ഡിലീറ്റ് ആയി പോകും. സോ ലെറ്റ്സ് കീപ് ഇറ്റ് ടു ദ നെക്സ്റ്റ് പാർട്ട്. സോ ഹൗ വാസ് കാനഡ? ഹൗ ബ്യൂട്ടിഫുൾ ഇസ് കാനഡ? ഹൗ വാസ് ദ പീപ്പിൾ ദേർ, കനേഡിയൻസ്? ഓക്കെ, അങ്ങനെ ചോദിക്കുവാണെങ്കിൽ കാനഡ അടിപൊളിയാ കാണാൻ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലാൻഡ്സ്കേപ്പാണ്. ഭയങ്കര ഫ്ലാറ്റ് ആണ്. മലകളോ ഒക്കെ ഒരു 2000 അല്ലെ 1000 കിലോമീറ്റർ കൂടുമ്പോൾ മലകൾ ഉണ്ടാവുന്നു. അവിടെ കൃഷി ഭൂമിയൊക്കെ ഉണ്ടോ? അഗ്രികൾച്ചർക്ക് മോസ്റ്റ്ലി ബാരൻ ലാൻഡ്സ് ആണ്, വേസ്റ്റ് ലാൻഡ് ആണ്. അപ്പം നമ്മളിപ്പോ സിറ്റികളിൽ ഭയങ്കര തിക്കും തിരക്കുമാണ്. ഇവിടുത്തെ സിറ്റികൾ പോലല്ല. ഇവിടുത്തെ സിറ്റികളെ കാട്ടിയും പാക്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ടൊറോണ്ടോയിലൊക്കെ ഡെൻസിറ്റി ഭയങ്കര ഡെൻസിറ്റിയാണ്. ടൊറോണ്ടോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സിറ്റിയാണ് യഥാർത്ഥത്തിൽ. ഒരു 1000-2000 ബിൽഡിങ്സേ കാണൂ, പക്ഷെ ഭയങ്കര ആളുകൾ ഇപ്പോൾ അവിടെ റോഡിൽ ടെൻ്റ് അടിച്ചും വാനില് സ്ഥിരതാമസവും ആക്കി തുടങ്ങി. വാനിലൊക്കെ റെന്റ് കൊടുക്കാൻ തുടങ്ങി. യെസ്, കാരവൻ എടുത്തിട്ട് കയറി കിടക്കും. എന്നിട്ട് കാരവനിൽ $500 $1000 ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു റൂമിന്റെ പകുതി കൊടുക്കും. ആ സ്ഥിതിയാ. ആളുകളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇറ്റ്സ് ടോപ്പിക് ഫോർ ബിഗർ ഡിസ്കഷൻ. ബട്ട് യാ, കാനഡ ഈസ് ബ്യൂട്ടിഫുൾ. വിന്റർ ബ്യൂട്ടിഫുൾ ആണ്. ഐ മീൻ, കാനഡയും നമ്മുടെ ഇന്ത്യയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം പറഞ്ഞാൽ ഇന്ത്യ ഈസ് മോസ്റ്റ് ലൈക്ലി സെയിം ത്രൂ ഔട്ട് ദ ഇയർ. എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കും. ബട്ട് ഒരേ വീട്ടിൽ നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ വിന്റർ, സമ്മർ, ഫോൾ ഇതുപോലെ 3-4 സീസൺ ഉണ്ട്. 4 സീസണിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സ്വന്തം വീട്ടിൻ്റെ മുറ്റത്തെ കാഴ്ചകൾ പോലും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വിന്ററിന് വെള്ളമരമാവും, ഫുൾ വൈറ്റ് ആവും. സമ്മർ ആകുമ്പോൾ മഞ്ഞയാവും. സ്പ്രിങ് ആകുമ്പോൾ അല്ലെങ്കിൽ ഫോൾ ആകുമ്പോൾ അത് ചുമപ്പാവും. ഇത് ഭയങ്കര വ്യത്യാസമാണ്. ഓരോ 100 മീറ്റർ പോകുമ്പോഴും നമ്മുടെ കണ്ണിങ്ങനെ മഞ്ഞളിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര കളറും കോൺട്രാസ്റ്റും. പച്ചമരം, ചുമന്ന മരം, നീലമരം. ഇപ്പോഴും ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ പപ്പണ ആദ്യമായിട്ട് കാനഡയിൽ ചെന്നിറങ്ങിയപ്പോൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, എടാ ഞാൻ തൂത്തുക്കുടി എത്തിയിട്ടാണ്. കാനഡയിൽ ഞാൻ ചെന്ന ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇമിഗ്രേഷനും വിസയും എൻ്റെ അക്കോമഡേഷനും എല്ലാം സാന്താമോണിക്ക ഏറ്റതാ. സാന്താമോണിക്ക എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു, വിസ എല്ലാം ചെയ്തു. എവറിത്തിങ് വാസ് ഗുഡ്. ആൻഡ് അവരെൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതിന് കുറച്ച് നാൾ മുന്നേ ഐ തിങ്ക് ഇറ്റ് വാസ് $900 or $800. നാട്ടിൽ ഏകദേശം 50,000 രൂപ അടുപ്പിച്ച് വാങ്ങിച്ചു ഫോർ ചെന്നിറങ്ങി കഴിഞ്ഞിട്ടുള്ള അക്കോമഡേഷനും ഷട്ടിൽ സർവീസിനും. കോളേജ് ഷട്ടിൽ സർവീസ് തരുമായിരുന്നു, പക്ഷേ ദേ ടോൾഡ് അത് ചിലപ്പോൾ റിലയബിൾ ആവത്തില്ല, പെട്ടിയായിട്ട് അവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം. അപ്പോഴത്തെ പിയർ പ്രഷർ നമുക്കറിയാലോ. പിയർ പ്രഷർ അസ് ഇൻ ടു സോ മെനി തിങ്സ്. അപ്പോൾ പൈസയും കൊടുത്തു, എൻ്റെ അപ്പൻ അയച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ ചെന്നു. കാനഡയിൽ ചെന്ന് എനിക്കൊരു അഡ്രസ്സ് പോലും ഇല്ല. ഞാൻ അവിടെ നിന്നു. പിന്നെ എനിക്കൊരാളുടെ പേര് തന്നു. എനിക്ക് പേര് പറയുന്നതിൽ പ്രശ്നമില്ല. നബീൽ എന്നായിരുന്നു പുള്ളിയുടെ പേര്. ആൻഡ് ഈസ് ദ നമ്പർ 1 fraudster. Yeah. And
ദ വേഴ്സ്റ്റ് തിങ് ഈസ് സാന്താമോണിക്ക വഴിയാണ് ഞാൻ നബീലിനെ പരിചയപ്പെട്ടത്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഹൗ ഡിഡ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നബീൽ എനിക്ക് പിക്ക് ചെയ്തു. എന്നിട്ട് ഇറ്റ് വാസ് ലൈക്ക് എ 5 minutes ഡ്രൈവ്. 5 minutes ഡ്രൈവ് കഴിഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ആയിരിക്കും വീടെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ നമ്മൾ വരുന്നതിന് 2 ദിവസം മുന്നേ, പ്ലെയിൻ കയറുന്നതിന് 2 ദിവസം മുന്നേ എക്സ്ട്രാ $800 വാങ്ങിച്ചു എൻ്റെ ഷട്ടിലിനും എൻ്റെ കിടക്കുന്ന സ്ഥലത്തിനും അതിനും എല്ലാം കൂടി. സോ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് അവൻ പറഞ്ഞു $80 തരണമെന്ന്. ഞാൻ പറഞ്ഞു എന്തിനാ $80? അത് ടാക്സിയുടെ റേറ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ സാന്താമോണിക്ക വാങ്ങിച്ചതാ. മോനെ സാന്താമോണിക്ക അങ്ങനെ പലതും വാങ്ങിക്കും, ഇവിടുത്തെ ചാർജ് അതാ, $80 എടുക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഓർക്കണം 22 hours ഫ്ലൈറ്റിൽ ഇരുന്ന് ബാഡായി, ഫ്ലൈറ്റിലെ എയർ കാനഡയുടെ വൃത്തികെട്ട ഫുഡും കഴിച്ച് ഇവിടെ എത്തി നമ്മൾ ആ $80 പുള്ളി കൊടുക്കുന്നു. എന്നിട്ട് പുള്ളി ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ മുകളിലത്തെ റൂമിലോട്ട് കൊണ്ടുപോയപ്പം ഒരു കുഞ്ഞു റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലെ ബാത്റൂമിൻ്റെ ഒക്കെ പോലത്തെ ഒരു റൂം, ഒരു വലിയ ബാത്റൂം. അവിടെ ബെഡിട്ട് 2 പേര് കിടക്കുക തറയിൽ. 3ാമത്തെ ബെഡ് ഇടാൻ സ്ഥലമില്ല. അപ്പോഴത്തേനും പുള്ളി താഴേന്ന് വന്ന് ഒരു ബെഡ് ഭയങ്കര പൊടി പിടിച്ച് അഴുക്കായി നശിച്ച് കിടക്കുന്നവർ, അതിനകത്ത് മനുഷ്യരാരും കിടക്കത്തില്ല, ബട്ട് വേറെ നിവർത്തിയില്ല. 10-22 മണിക്കൂർ കഴിഞ്ഞ് എങ്ങനെങ്കിലും എവിടെങ്കിലും കിടന്നാൽ മതി എന്നാ. എന്നിട്ട് ഇയാൾ ആ ബെഡ് ഇടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അവസാനം ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് പകുതി അതിനകത്തോട്ട് ഇട്ടിട്ട് എൻ്റെ ബെഡ് ഇടുക. സോ എൻ്റെ അരയ്ക്ക് താഴെ ബാത്റൂമില്ല, തലയും നെഞ്ചും വെളിയിൽ. ആൻഡ് അങ്ങനെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ദിവസവും അടുത്ത ഒരു 1.5 ആഴ്ചയും. സൈക്കോളജിക്കൽ ബ്രേക്ക് ഡൗൺ. ഹൗ വാസ് ഇറ്റ്? ഇവിടെ നമ്മൾ അപ്പൻ്റെ അമ്മയുടെയും കാശിന് ഷവർമയും തിന്ന് കോഫിയും കുടിച്ച് നടക്കുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 2 വർഷം PUBG കളിക്കുന്നു, സൂപ്പർ ഫുഡ് അടിച്ച് തക്കുടുമായിട്ട് പോകുന്നു. അവിടെ ചെന്ന് നേരെ കിടക്കുന്നത് ബാത്റൂമിലേക്കാണ്. സോ ട്രോമയായിപ്പോയി. എനിക്ക് വീട്ടിലൊന്നും പറയാനൊന്നും പറ്റിയില്ല, കാരണം ഞാൻ നിർബന്ധം പിടിച്ച് 100% എൻ്റെ അപ്പുറത്ത് കിടക്കുന്നവന്മാർ 2 പേരും ഇത് തന്നെ, ബ്രോ വെൽക്കം, ഞങ്ങള് മെനഞ്ഞാന്ന് വന്നതാ, നീ എന്തായാലും ലക്കിയാ. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ, നിനക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടല്ലേ വരുന്നത്, ഞങ്ങള് ഇതുപോലെ കിടക്കുക, പക്ഷെ സീനിയോറിറ്റി വൈസ് നീ ബാത്റൂമിൽ കിടന്നോളാം. കാരണം അവര് നേരത്തെ വന്നതല്ലേ. അവിടെ എത്ര നാള് നിന്ന്? അവിടെ 9-10 ദിവസം നിന്നു. അത് കഴിഞ്ഞ് വി ഷിഫ്റ്റഡ് ടു ലണ്ടൻ ഒണ്ടേറിയോയിലായിരുന്നു എൻ്റെ കോളേജ്. എന്നിട്ട് ഈ വൃത്തികെട്ടവൻ ഈ തെണ്ടി തന്നെയാണ് അവിടുത്തെ വീടും ഉണ്ടാക്കി തന്നത്. അവിടെയും ഒരു വീട്ടിനകത്ത് ഞങ്ങൾക്ക് എങ്ങും ഇല്ലാത്ത, ഇറ്റ് വാസ് 3 years ago, ഇറ്റ് വാസ് 500 for a sharing room in a small house. So you went there for education? Yeah. അവിടെ ലണ്ടനിലല്ലേ പഠിച്ചേ? So London, Ontario in Canada. How is London, Ontario compared to Toronto? അപ്പോൾ തന്നെ ഇപ്പൊ ഒരു ചോയ്സ് ഉണ്ട്, എവിടെ പോയി പഠിക്കും? I'm never going back. അല്ല, I know that, പക്ഷെ ഇപ്പൊ ഒരു ചോയ്സ് ഉണ്ട്, you can go wherever in Canada. Where will you go? Maybe Alberta. Yeah. Why? ആൽബർട്ട എന്താണെന്ന് ചോദിച്ചാൽ അവിടെ മലയാളികളിലും ഇന്ത്യക്കാരുടെ ഒക്കെ ഇൻഫ്ലക്സ് ഭയങ്കരമായിട്ട് കൂടി വരുന്നു. പക്ഷെ ഇപ്പോഴും കുറച്ചുകൂടി കനേഡിയൻ ലൈഫ് സ്റ്റൈൽ പ്രിസർവ് ചെയ്യുന്നൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാർ അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് അവരുടെ എക്കോണമി, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ കൾച്ചർ എല്ലാം ഭയങ്കരമായിട്ട് ഡിസ്ട്രപ്റ്റ് ചെയ്യുക. നമ്മൾ റോഡിൽ കൂടെ ചെണ്ട അടിച്ചുകൊണ്ട് നടക്കുക. അവർക്ക് ഇന്ത്യൻസിന്റെ അടുത്ത് ഗ്രഡ്ജ് ഉണ്ടോ? ഓഫ് കോഴ്സ്. ടു ബി ഫ്രാങ്ക്, നമ്മുടെ നാട്ടിലെ ബംഗാളികളെ എങ്ങനെ കാണുന്നോ സെയിം വൈറ്റ്സ് ഇന്ത്യക്കാരെ കാണുന്നത്. നമ്മൾ അത് പറയാൻ പാടില്ല, നമ്മൾ ബംഗാളികളെ അങ്ങനെ കാണാനും പാടില്ല എന്നെനിക്കിപ്പോൾ മനസ്സിലായി. പക്ഷേ നമ്മൾ അവരെ കാണുമ്പോൾ ഇവന്മാരെല്ലാം കൂടെ ഭാര്യ മക്കളെല്ലാം കൂടെ കൊണ്ടുവന്നു അങ്ങനെ. പക്ഷെ നമുക്ക് അവരുടെ മുന്നിൽ ചെന്ന് നമ്മൾ തെറിയും വിളിക്കത്തില്ല. സെയിം, അവർ നമ്മളെ കാണുമ്പോൾ ഒന്നും പറയത്തില്ല എങ്കിലും ദേ ഡോണ്ട് ലൈക്ക് us. അവരുടെ വർക്ക് പ്ലേസിൽ വരുന്ന ഇഷ്ടമല്ല, അവരുടെ വീടിനടുത്ത് വീടെടുക്കുന്ന ഇഷ്ടമല്ല. ഇഷ്ടപ്പെടുന്ന റെയർ ആൾക്കാരും ഉണ്ടോ?
ചുമ്മാ ഈ നിങ്ങൾക്ക് ഈ ഒരു തോട്ട് വരുന്നത് ഇൻസ്റ്റാഗ്രാമിലെ മല്ലു ക്യൂട്ടിയും മല്ലു ക്യൂട്ടനും കാർ പ്രാന്തന്മാരും ചുമ്മാ കുറെ റീൽസ് എടുക്കുന്നു, ടിം ഹോട്ടൻസിൽ നിന്ന് കോഫി ഇടുന്നു, അവൻ ആ കോഫിയും കുടിച്ചിട്ട് ഫാക്ടറിയിൽ മീൻ വെട്ടാൻ പോവുക അടുത്തിട്ടുള്ള ഹോസിലേക്ക്. അതവ ഇടത്തില്ല, ഞാനും ഇടത്തില്ല, ഞാനും ഇട്ടിട്ടില്ല. കാരണം ഞാൻ അവിടെ ചെന്ന് പഠിക്കുന്ന 2 വർഷം, ഏകദേശം 1.25 വർഷം. അപ്പോൾ എന്ത് പഠിച്ചവിടെ? ഞാൻ പഠിച്ചതൊക്കെ ഭയങ്കര വലിയ പേരൊക്കെ ആയിരുന്നു. കോഴ്സ് പ്രാക്ടിക്കൽ എലമെന്റ്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും പ്രോജക്റ്റ് മാനേജും കൂടെ കൂട്ടിയ മാനേജ്മെന്റും കൂടെ കൂട്ടിയ PG. അല്ല, അങ്ങനെ ഹൗസ് എഡ്യൂക്കേഷൻ there? Oh shit. Worse than India? Worse than rest of the world. ലൈക്ക് അവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ ഇന്ത്യക്കാരായിരുന്നു അതോ? മെജോറിറ്റി ഇന്ത്യക്കാരായിരുന്നു. There was 2 or 3 people that were white just to make up the institution. അവര് ആ വൈറ്റ്സിന് ഇപ്പൊ അവിടെ കോട്ട കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. To keep it a little bit white. അല്ല, വൈറ്റ്സ് ആണ് കമ്പാരിറ്റീവ്ലി നൈസർ പഠിപ്പിക്കുന്നത്. വൈറ്റ്സ് ആണ് പഠിപ്പിക്കുന്നത്. വൈറ്റ്സ് അവര് വരും, അവർക്ക് കാര്യം പറഞ്ഞു തരും, അവരെ ഫോൺ വിളിക്കാം, അവരെ ഇമെയിൽ അയക്കാം. അവർ ഭയങ്കരമായിട്ട് അവര് ശമ്പളം വാങ്ങിക്കുന്നതിന് ഭയങ്കര കൂറ് കാണിക്കുന്ന ഒരു ടീമാണ്, നമ്മളെ പോലല്ല. അപ്പോൾ അവിടെ ചെന്ന് ഏതൊരു ഹാർട്ട് ടച്ചിങ് വൈറ്റ് ആയിട്ട് കമ്പനി ഉണ്ടോ? എൻ്റെ കോളേജിലെ ഒരു പ്രൊഫസർ, പുള്ളിക്കാരൻ, ഞങ്ങള് ലാബിലാണ്, എനിക്ക് ഇത് പറയാമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഇവിടെ ഞാൻ പോകുന്നില്ല അതുകൊണ്ട് പറയാം. അപ്പം ലാബില് പുള്ളിക്കാരൻ ഞങ്ങൾ വന്ന്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആദർശ് എന്ന് പറഞ്ഞു, ആദർശ് ഭായി ഞാനുമായിരുന്നു ലണ്ടനിൽ വന്നതിന് ശേഷം റൂംമേറ്റ്സ്. പുള്ളി വൈബ, പുള്ളി ഈസ് ലൈക്ക് മാസ്റ്റർ മൈൻഡ് ജീനിയസ് ഹൂസ് ഇൻ ഹിസ് 30s ബട്ട് അൾട്രാ ലെജൻഡ്. സോ ഞങ്ങൾ എൻ്റെ കൂടെ പോന്നു. അപ്പം ഞങ്ങൾ ഈ ഒറ്റപ്പെടലും കാര്യങ്ങളും ഈ ട്രോമയും ഞാൻ എൻ്റെ ഈ ആദ്യത്തെ 1.5 ആഴ്ച ഷെയർ ചെയ്ത പോലെ ആദർശ് ഭായിയോട് ഷെയർ ചെയ്തു. അപ്പൊ ആദർശ് ഭായി തിരിച്ചു പറഞ്ഞത്, ഈ ഇതേ നബിയില് ആദർശ് ഭായിയെ കൊണ്ടിറക്കിയത് ഒരു സ്വിമ്മിംഗ് പൂളിലാണ്. ട്രൂ സ്റ്റോറി. ആദർശ് ഭായി അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരുവാണെങ്കിലോ ഇല്ലെങ്കിലോ പോഡ്കാസ്റ്റിൽ കൊണ്ടുവരാം. പുള്ളി തിരിച്ചു വന്ന് ഇറങ്ങിയത് ഒരു സ്വിമ്മിംഗ് പൂളിലാണ്. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് പുള്ളിയോട് പറഞ്ഞു, 17-16 സംതിങ് ബാത്റൂമുകളുണ്ട്, ഇതെല്ലാം ക്ലീൻ ചെയ്താൽ നിനക്ക് 2 ദിവസത്തെ സ്റ്റേ ഫ്രീ ആയിട്ട് തരാം, ഇല്ലെങ്കിൽ $500 ആവുന്നു. $500 തരാം, അല്ലെങ്കിൽ നിനക്ക് ഫ്രീ ആയിട്ട് താമസിക്കാം, ഞാൻ ആയോണ്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ആദർശ് ഭായി ചെന്നിറങ്ങി പെട്ടിയും കൊണ്ട് വാനിലിരിക്കുക. വാനിൽ നിന്ന് മറ്റേ റോളൊക്കെ ഉണ്ടല്ലോ, ഒരു ഡ്രസ്സ്, അത് വിട്ട് തൂക്കാൻ പോവാ ബാത്റൂം. സോ അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇതിന് സിൻ നമ്പർ വേണ്ടേ, മറ്റേത് വേണ്ടേ, ഒരു ചക്കയും വേണ്ട. അവിടെ താമസിക്കുന്ന മിക്കവരും ക്യാഷിനാണ് ജോലി ചെയ്യുന്നത്, എസ്പെഷ്യലി ടൊറന്റോ മിസ്സാഗ ഏരിയ. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അവിടുത്തെ കോളേജ്, ഞാൻ സാറിന്റെ കാര്യം പറഞ്ഞത്, അതുകൊണ്ട് എഡ്യൂക്കേഷൻ ബെറ്റർ. ലൈക്ക് എനിക്കറിയാത്ത ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങോട്ട് വന്ന് പഠിക്കാനൊന്നും അല്ല, ജോലി ചെയ്യാൻ തന്നെയാണ്. പക്ഷെ എനിക്ക് ആദ്യമേ തന്നെ ഹൗസ് ദ ടാക്സേഷൻ തയ്യാറ്, അവർക്ക് സേവ് അപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സേവ് അപ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായ ഒരു ലോകത്ത് പൈസ സേവ് ചെയ്യണം, ജോലിക്ക് പോകണം, പെട്ടെന്നൊരു ഷോക്കും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ ഞാൻ അങ്ങോട്ട് നോട്ട് ഈവൻ വൺ ഡേ, ഐ ഓൾവേസ് വാണ്ടഡ് ടു കം ബാക്ക്. I was looking for an opportunity. എനിക്കറിയത്തില്ല, മെജോറിറ്റി ഓഫ് ഞാൻ കേട്ടില്ല, പെണ്ണുങ്ങൾക്ക് ചിലവർക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് എനിക്ക് മനസ്സിലായതോളം ഇവിടെ നാട്ടില് നമ്മുടെ കൾച്ചറൊക്കെ അനുസരിച്ച് 7 മണി 6 മണിക്ക് ശേഷം ഇവളുമാര് വീട്ടിൽ കയറണം. പിന്നെ ആമ്പിള്ളാരുമായിട്ട് കറങ്ങി നടക്കുന്നതിന് റെസ്ട്രിക്ഷൻസ്, ഇതൊക്കെ എൻ്റെ അഭിപ്രായമാണ്. ഞാൻ കണ്ട പെണ്ണുങ്ങളിൽ നിന്നും അറിഞ്ഞ പെണ്ണുങ്ങളിൽ നിന്നും പറയാണ്, ഐ ഡോണ്ട് ജനറലൈസ്. ഞാനിപ്പോ 10 പേരെ കണ്ടിട്ടുണ്ടെങ്കിൽ 10 പേരും ഇങ്ങനെയാണ്. സോ ഡോണ്ട് ടേക്ക് ഇറ്റ് റോങ്. അപ്പൊ ഇവര് കാനഡയിൽ വരുമെങ്കിൽ ദർ ഈസ് നോ പപ്പ, നോ മമ്മ, ദർ ഈസ് നോ നാട്ടുകാർ, നോ ആന്റി, നത്തിങ്. സോ 8 മണി 9 മണി 10 മണി കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ലൈഫുകളും നൈറ്റ് ലൈഫും ഒക്കെ തുടങ്ങുന്നത്. പബ്ബും ബാറും ഫ്രീഡവും. ആൻഡ് ഞാൻ റോങ് ആയിട്ട് പറയുമല്ല, അവർക്ക് അവരുടെ ഫ്രീഡം എൻജോയ് ചെയ്യാനുള്ള റൈറ്റ് ഫുള്ളി ഉണ്ട്. ആ ഒരു ഫ്രീഡത്തിന് വേണ്ടിയാണ്. ഓഫ് കോഴ്സ് ഞാൻ അങ്ങനെ നോക്കുന്ന, ഫിനാൻഷ്യൽ ആയിട്ട് അവർക്ക് വലിയ മെച്ചം ഇല്ലെങ്കിലും ദീസ് ഗൈസ് ആർ എൻജോയിങ് ലൈഫ് ആൻഡ് ദേ ഷുഡ്. ഇവിടെ 6 മണിക്ക് ശേഷം വെളിയിറങ്ങാൻ പറ്റില്ല, അവർ അടിമകളോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ.
അപ്പോൾ അവരവിടെ പോന്നു. അവിടെ ജെൻഡർ ഇല്ല. നമ്മളിപ്പോൾ ഒരു ബാറിൽ പോയാൽ 15 minutes മാർക്ക് അടിച്ചു. നെക്സ്റ്റ് എപ്പിസോഡ്. എന്നാ ഓക്കെ.